ഈ വീഡിയോയിൽ അമേരിക്ക നടപ്പിലാക്കുന്ന 30 ഡേയ്സ് പദ്ധതി, അതായത് ഏലിയൻ ആക്ട് പ്രകാരം അനധികൃതമായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പുതിയ നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ ഈജിപ്തിനെ തന്നെ തിരിച്ചടിക്കുന്ന ഹമാസ്, അങ്ങനെ ഒരു പുതിയ സംഭവം കൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സമഗ്രമായിട്ട് കുറേ വിഷയങ്ങൾ കൂടെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്താണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ ഒരു 30 ദിവസത്തെ പ്ലാൻ എന്താണെന്നുള്ളത് ആദ്യമേ ഒന്ന് പറഞ്ഞു പോയേക്കാം. അതായത് അമേരിക്ക പറയുന്നത് 30 ഡേയ്സ് ടൈം ലൈൻ, ഏപ്രിൽ 11-ാം തീയതി മുതൽ 30 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ 30 ദിവസത്തെ സമയം എന്തിനാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അഥവാ ഇല്ലീഗലായിട്ടാണ് അമേരിക്കയുടെ ഉള്ളിൽ താമസിക്കുന്നത് എങ്കിൽ സ്വമേധയാ പുറത്താകാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങൾ സ്വമേധയാ കയറി പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഒരു തരത്തിലുള്ള ബ്ലാക്ക് ലിസ്റ്റിലും, അതായത് ഫ്യൂച്ചറിൽ അമേരിക്കയ്ക്ക് ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ബാൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കയറി പോവാം. പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ജോബ് വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അമേരിക്കയുടെ ഉള്ളിലേക്ക് ലീഗലായിട്ട്, നിയമപരമായിട്ട് തന്നെ അകത്തോട്ട് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. അതല്ലാത്ത പക്ഷത്തിൽ ഗവൺമെന്റ് സ്വമേധയാ പിടിച്ച് നിങ്ങൾ ഒരു അനധികൃത കുടിയേറ്റക്കാരനാണെന്ന് മുദ്രകുത്തി നിങ്ങളെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ ഇവരിപ്പോ ഇതിൽ 2 ആക്ട് പ്രകാരമാണ് ഇപ്പൊ ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 ആക്ട് പ്രകാരം എന്ന് പറഞ്ഞാൽ, ഒന്ന് 1940 ഏലിയൻ ആക്ട് പ്രകാരം, 1952 ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട്. ഈ ഒരു 2 ആക്ട് പ്രകാരമാണ് ഈ രജിസ്ട്രേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പോവുക, ഫിംഗർ പ്രിന്റ് രജിസ്ട്രേഷൻ ചെയ്യുക, ഇതാണ് മെയിൻ ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്. അതിലുപരിയായിട്ട് നിലവിലെ താമസരേഖ, അതാണ് മെയിൻ ആയിട്ട് പരിശോധിക്കുന്നത്, അതൊന്ന് കൊടുക്കണം. അതിലുപരിയായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ, വാലിഡ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ H1B വിസയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള രജിസ്ട്രേഷൻ പ്രൂഫ് കൊടുക്കണം. പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് ഹോൾഡറിനും പിന്നെ നിലവിൽ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. അതിലുപരിയായിട്ട് വരുന്ന മറ്റുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ബാധകമാണ്. അതായത് H1B വിസയിൽ നിൽക്കുന്നോ ഈ രജിസ്ട്രേഷൻ ബാധകമാണ്. സ്റ്റുഡന്റ് വിസയിൽ, F1 വിസയിൽ നിൽക്കുന്നോ ഈ രജിസ്ട്രേഷൻ ബാധകമാണ്. പിന്നെ അണ്ടർ ഏജ്, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗാർഡിയൻഷിപ്പിന്റെ പ്രൂഫ് കൊടുക്കണം. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു ആക്ഷനെ കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. കോടതി ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു നിയമം ഇങ്ങനെ നടപ്പിലാക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും അതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോടതിക്കും ഒരു പരിധിക്ക് മുകളിൽ ഇതിനകത്ത് ഇടപെടാൻ ഇനി കഴിയില്ല എന്നുള്ളതാണ്. കാരണം അമേരിക്ക തീവ്രവാദത്തിനെയാണ് ഭയക്കുന്നത്. ഇതിനു മുമ്പ് ഇതേപോലത്തെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ അമേരിക്കയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നടന്നിട്ടുണ്ട്. 2001 സെപ്റ്റംബർ 11 നടന്ന ആ ഒരു ഭീകരാക്രമണം, അത് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം ഇതേപോലത്തെ ഒരു രജിസ്ട്രേഷൻ ആക്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് 26 ഡെസിഗ്നേറ്റഡ് കൺട്രീസിന്റെ പേരിലുള്ള ആ നാഷണാലിറ്റിയിൽ വന്ന ആൾക്കാർക്ക് മാത്രമായിരുന്നു ആ ഒരു പരിശോധന ഉണ്ടായിരുന്നത്. അപ്പൊ അവര് നടത്തിയ രജിസ്ട്രേഷൻ 2016 പൂർത്തിയായത്. 2001 തുടങ്ങിയ രജിസ്ട്രേഷൻ 2016 പൂർത്തിയായത്. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര്, അതാണ്ട് 13,000-ലധികം ആൾക്കാർ അന്ന് ഇതേപോലെ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിലുപരിയായിട്ട് രജിസ്ട്രേഷൻ നടത്താതിരുന്ന ആൾക്കാരെയൊക്കെ, ശരിയായ രേഖകൾ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ ഫോഴ്സ്ഡ് ആയിട്ട് ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ട്രംപ് ഈ ഒരു വിഷയം എടുത്ത് നടപ്പിലാക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരിക, പിന്നെ ഇതുപോലെ ലക്ഷക്കണക്കിൽ, ഇത് ഏതാണ്ട് 22 ലക്ഷം മുതൽ 30 ലക്ഷം ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഇപ്പൊ നടക്കുന്ന ഈ ഒരു രജിസ്ട്രേഷൻ. കാരണം ഈ രീതിയിൽ ഒരു നിയമം പറയുകയും അത് ഇലക്ഷനിലുടനീളം പ്രചരിപ്പിക്കുകയും അത് പൊസിഷനിൽ വന്നതിന് ശേഷം അത് എടുത്ത് നടപ്പിലാക്കാൻ കാണിക്കുന്ന ഒരു ഗട്ട്സ്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 30 ലക്ഷം പേരെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു നിയമം അത്ര എളുപ്പത്തിൽ എടുത്ത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ളിൽ അത് ചില്ലറ കാര്യമല്ല. ഏത് രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഏതൊക്കെ വിധത്തിൽ വരും എന്നുള്ളത് പല രീതിയിലും നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വരെ അമേരിക്കയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ കാണുന്നതാണ് പല തവണകളായിട്ട് പല രീതിയിലും. അപ്പൊ സ്വമേധയാ പുറത്തു പോകാൻ 30 ദിവസമാണ് ടൈം ലൈൻ. അതിനുള്ളിൽ ഈ രജിസ്ട്രേഷൻ കൂടെ പൂർത്തീകരിക്കണം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് ചുമതല എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹോംലാൻഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ് ഇതിനെ പൂർണ്ണമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുന്നത്. അവരാണ് കംപ്ലീറ്റ് കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത്. അവർക്ക് നിങ്ങളെ പരിശോധിക്കാനും എല്ലാത്തിനുള്ള പെർമിഷൻ ഉണ്ട്. അതായത് നിലവിൽ ഇപ്പം അമേരിക്കയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിസ പ്രൂഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുക എന്നുള്ളതാണ്. കാരണം ഏത് നേരത്തും നിങ്ങളെ ഇതേപോലത്തെ ഈ ഹോംലാൻഡ് സെക്യൂരിറ്റീസിലുള്ള ആൾക്കാർ ചോദ്യം ചെയ്തേക്കാം. അവർ ഏത് മൊമെന്റിലും നിങ്ങൾ ചിലപ്പോൾ ഒരു ഷോപ്പിലാവാം, ഷോപ്പിന്റെ ഫ്രണ്ടിലാവാം, ചിലപ്പോൾ വെഹിക്കിൾ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്താവാം, എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങളെ കൺഫെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. ആ സമയത്ത് നിങ്ങളുടെ പ്രൂഫ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ പെനാൽറ്റി അവിടെ പേ ചെയ്യേണ്ടി വരും. അത് ചെറിയ എമൗണ്ട് അല്ല, $1000 വരും ആൾമോസ്റ്റ്. എനിക്ക് വിസയുണ്ട്, ഞാൻ ലീഗലാണ്, ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു, എനിക്ക് H1B വിസയാണ്, എനിക്ക് F1 വിസയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫസ്റ്റ് ഡേ പെനാൽറ്റി നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വന്നേക്കാം.
അപ്പൊ അതുകൊണ്ട് വിസ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, രേഖകൾ നിങ്ങളുടെ കയ്യിൽ കരുതണമെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന നിർദ്ദേശം. ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ഈ ഒരു നിയമം അതിശക്തമായ രീതിയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ അയൽ രാജ്യങ്ങളായിട്ടുള്ള കാനഡ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് അമേരിക്കയുടെ ഉള്ളിൽ വളരെ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള പെർമിഷനൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ച് നിയന്ത്രണ വിധേയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ 30 ദിവസം താമസിക്കാം, പക്ഷെ 31 എന്ന് പറഞ്ഞൊരു ദിവസം നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ യു ആർ ആൾസോ കൺസിഡർ ഇല്ലീഗൽ ഇമിഗ്രന്റ്. അല്ലാതെ ഞാൻ കാനഡക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാനഡക്കാരനാണെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടും. നിങ്ങളുടെ കാലിലും കയ്യിലും ചങ്ങല വെച്ച് തന്നെ കാനഡയ്ക്ക് ഡീപ്പോർട്ട് ചെയ്യും. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. വളരെ ശക്തമായ നടപടിയാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിലുള്ള ആ ഒരു നിയമത്തിന്റെ ഫ്രീഡം വെച്ചുകൊണ്ട് ഒരുപാട് തീവ്രവാദികൾ അമേരിക്കയുടെ ഉള്ളിൽ ചെന്ന് അങ്ങ് അർമാദിച്ച് ജീവിക്കുകയാണ്. അവരിങ്ങനെ ഈ ഉറക്കത്തിൽ കിടക്കുന്ന ആൾക്കാരായിട്ട് അഭിനയിച്ച് ഇങ്ങനെ ജീവിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് അവർ പൊട്ടിത്തെറിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോവേണ്ടതുണ്ട് എന്നാണ് ട്രംപിന്റെ നിലപാട്. അപ്പൊ ആ രീതിയിൽ നിയമം കർശനമാക്കി കഴിഞ്ഞാൽ ഇന്റലിജൻസും നല്ല വിജിലന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അവരുടെ കയ്യിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈവ് ഡേറ്റ ബാങ്ക് ഉണ്ടാവും. ഇപ്പൊ നടക്കുന്ന രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇന്റലിജൻസിന് കിട്ടുന്ന ഏറ്റവും വലിയ ഡേറ്റ ബാങ്ക് ആണ്. 2001 to 2016 നടത്തിയതിനു ശേഷം ഇപ്പോഴാണ് വീണ്ടും ഈ ഒരു ഫിംഗർ പ്രിന്റ് ശേഖരം ഇപ്പൊ നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇതേപോലെ നിയമങ്ങൾ കർശനമാക്കണം. നേപ്പാൾ, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഇല്ലീഗൽ എമിഗ്രൻസ് ഇന്ത്യക്കുള്ളിൽ സർവ്വസാധാരണമായിട്ട് നടക്കുകയാണ്. അങ്ങ് കശ്മീർ മുതൽ താഴെ കന്യാകുമാരി വരെ യുവമാരുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ എത്ര ലക്ഷത്തിലധികം ആൾക്കാർ പുറത്തു പോകും എന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നേപ്പാളിക്കൊക്കെ മൾട്ടിപ്പിൾ പാസ്പോർട്ട് ഉണ്ട്. ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ട്, നേപ്പാൾ പാസ്പോർട്ടും ഉണ്ട്. ഇനി വേണ്ടി വന്നാൽ അവൻ ചിലപ്പോൾ പാകിസ്ഥാൻ പാസ്പോർട്ട് എടുത്തു വെക്കും. ബംഗ്ലാദേശിക്കും ഇതേ അവസ്ഥ തന്നെയാണ്. ഈ ഇന്ത്യക്കുള്ളിൽ ആർക്കും വന്ന് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുറെ വർഷങ്ങളായി ഇത് ഈ ഒരു 5, 10, 15 വർഷത്തിലുള്ള കാര്യമല്ല. ഇത് കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 3, 4 ഡെക്കേഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ ഇറാന്റെ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറാന്റെ ഒരു ചർച്ച നടന്നിട്ട് രണ്ടുപേരും ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫയർ ആർഗ്യുമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ആദ്യമായിട്ട് ഇറാന്റെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഇറാന്റെ പ്രോബ്ലം ഞാൻ പരിഹരിക്കും, അത് വേണ്ടി വന്നാൽ ഹാർഷായിട്ടുള്ള രീതിയിൽ വേണ്ടി വന്നാൽ കഠിനമായ രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. ആ മെഷേഴ്സ് എടുത്തുകൊണ്ട് തന്നെ ആ വിഷയം പരിഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെബനാൻ പ്രൈം മിനിസ്റ്റർ നവാഫ് സലീം പുള്ളി സിറിയ സന്ദർശിച്ചിരിക്കുകയാണ്. അതായത് ലെബനാൻ സിറിയ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഇതിനകത്ത് 2 വിഷയങ്ങൾ വെച്ചാൽ സിറിയയിലാണെങ്കിൽ HTS ആണ് അവിടെ ഭരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഹിസ്ബുള്ള നല്ല രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് ലെബനാൻ എന്ന് പറയുന്നത്. ഇവര് തമ്മിൽ ഏത് രീതിയിൽ ഇപ്പം ലെബനാൻ ഗവൺമെന്റും ഹിസ്ബുള്ളയും തമ്മിൽ എപ്പോഴും രണ്ടാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ലെബനാനിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഹിസ്ബുള്ളയുടെ അനുയായികളാണ്. പിന്നെ ഇതിനകത്ത് ഹിസ്ബുള്ളയെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും ലെബനാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ തന്നെ 5 പോസ്റ്റുകളിൽ നിലനിൽക്കുന്നത്. ഇത് കൃത്യമായിട്ട് HTSനും അറിയാവുന്ന കാര്യം തന്നെയാണ്. HTSന് ഹിസ്ബുള്ള എതിരാണ്. HTSും ഹിസ്ബുള്ളയും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാണ്. പിന്നെ ഇവര് ചില സാഹചര്യങ്ങളിൽ ഒന്നിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ട് താനും. ഏതെങ്കിലും ഒരു കോമൺ ഫാക്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക്, അതായത് മതപരമായ രീതിയിൽ ഏതെങ്കിലും ഒരു കോമൺ ഫാക്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഒന്നിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു രാജ്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മീഡിയേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് 2 നേതാക്കൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കാരണം സിറിയ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ് ഇറാൻ. അപ്പൊ തുർക്കി അവിടെ ഇപ്പൊ കുറച്ച് ഡോമിനേറ്റഡ് വെച്ചാൽ ഇസ്രായേൽ തുർക്കിയുടെ മിലിറ്ററി സിറിയയിൽ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലിമിറ്റഡ് ആയിട്ട് ആവാം. അതിന്റെ ഏരിയ സ്പെസിഫിക്കേഷൻ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് സൗത്ത് സൈഡ്, അതായത് ഡമസ്കസിൽ നിന്നും സൗത്ത് സൈഡ് ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റിയൊക്കെ താമസിക്കുന്ന ഈ കൊനെഡ്ര ആ ഭാഗങ്ങളിലോട്ടൊന്നും തുർക്കിക്ക് യാതൊരു രീതിയിലുള്ള ഇൻഫ്ലുവൻസ് പാടില്ല എന്നുള്ളത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഇസ്രായേൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലെബനാനും സിറിയയും തമ്മിൽ എന്തെങ്കിലും രീതിയിൽ ബോർഡർ ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെബനാൻ പ്രൈം മിനിസ്റ്റർ നവാഫ് സലീമും HTSും കൂടെ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതായത് സിറിയയും ലെബനൻ തമ്മിലുള്ള ബോർഡർ ഇഷ്യൂ റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹിസ്ബുള്ള ഇടപെടണം, അല്ലാതെ നടക്കില്ല. 6000 പേര് സൈൻ ചെയ്ത ഒരു റിക്വസ്റ്റ് ഇസ്രായേലിന്റെ ഗവൺമെന്റിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. അതായത് ബന്ദികളെ ഉടനടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, മൊത്തം ബന്ദികളെയും ഒറ്റയടിക്ക് വിട്ടു കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ളൊരു പ്രൊപ്പോസൽ വെക്കാൻ വേണ്ടിയിട്ട്. അതായത് അങ്ങനെ ഒരു പ്രൊപ്പോസൽ വെച്ചെങ്കിലും ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്ത് കിട്ടുമോ എന്നുള്ള നിലയിലുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു 6000 പേര് ഒപ്പിട്ട് നിർണായകമായിട്ടുള്ള പല ടീച്ചിങ് പൊസിഷനിലുമുള്ള ആൾക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് 6000 പേര് ഒപ്പിട്ട് ഈ ഒരു
ലെറ്റർ ഇസ്രായേൽ ഗവൺമെന്റിന് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. പല കത്തുകളും ഇസ്രായേലിന് ഇങ്ങനെ ലഭിക്കുന്നുണ്ട്, പല സംഘടനകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ മുഖവിലേക്ക് എടുത്ത് എല്ലാ കത്തുകളെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു യുദ്ധത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് IAF ഇസ്രായേൽ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് 1000 പേർ ഒപ്പിട്ട ഒരു കത്ത് കിട്ടിയായിരുന്നു. അതൊക്കെ ഓൾറെഡി തന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ് ആ കത്തൊക്കെ. ഇപ്പൊ ഈ കത്താണ് ഇപ്പൊ അടുത്ത ലൈംലൈറ്റിൽ വന്നിരിക്കുന്നത്. ഈ കത്തിന് ഇപ്പൊ നെസറ്റ് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. US എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു വ്യക്തിയെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം കൊളംബിയ കോളേജിൽ മൊഹ്സിൻ മന്ദാവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളും ഇതേപോലെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റ് നടത്തിയതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഓൾറെഡി തന്നെ മുഹമ്മദ് ഖാലിദ് എന്ന് പറഞ്ഞൊരു പാലസ്തീനി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയെ ഡീപ്പോർട്ട് ചെയ്യാൻ റെഡിയാക്കി തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അതേ സെയിം ലൈൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇതേ സെയിം യൂണിവേഴ്സിറ്റിയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ഈ മൊഹസിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2-3 തരത്തിലുള്ള വിഷയമാണ് ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ വീണ്ടും ലൈംലൈറ്റിൽ വരുന്നത് ചർച്ചകൾ. നമ്പർ 1, ഇസ്രായേലിൽ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് 10 ബന്ദികളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ച നടക്കുന്നു എന്നാണ് നെതന്യാഹുവിന്റെ സൈഡിലുള്ള സ്റ്റേറ്റ്മെന്റ്. ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബൾക്കായിട്ട്, അതായത് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബൾക്കായിട്ട് ബന്ദികളെ റിലീസ് ചെയ്യാനുള്ള ചർച്ച ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയുമായിട്ട് നടത്തുകയാണെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. 3ാമത് ഈജിപ്തിന്റെ സൈഡിൽ, ഈജിപ്തിനെ ശരിക്കും പറഞ്ഞാൽ ചെരിപ്പൂരി അടിച്ചതിന് തുല്യമായിട്ടാണ് ഹമാസ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയും കാലം ഈജിപ്ത് ഹമാസിന് വേണ്ടി ഈ രീതിയിൽ നിലകൊണ്ടിട്ടും ഈജിപ്തിന്റെ പ്രപ്പോസൽ, അതായത് ഗാസയിൽ നിന്നും നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം എന്നാണ് ഈജിപ്ത് പ്രപ്പോസ് ചെയ്തത് ഹമാസിന്റെ അടുത്ത്. ഫസ്റ്റ് ടൈമായിട്ട് ഈ പ്രപ്പോസ് ചെയ്യാണ് കേട്ടോ. ഇതിനു മുമ്പൊക്കെ പല രീതിയിലുള്ള ഡ്രാമയൊക്കെ ക്രിയേറ്റ് ചെയ്ത് പല രീതിയിലുള്ള പ്രപ്പോസൽ, സീസ് ഫയർ phase 1, phase 2, phase 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഹമാസിനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഹമാസും ഈജിപ്തും തമ്മിൽ നടന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അത് ആദ്യമായിട്ട് നടക്കുന്നത്. അതിന്റെ കാരണം ഇസ്രായേലിന്റെ ഈ ഒരു പ്രഷർ. കാരണം റഫ ഉൾപ്പെടെ ഇപ്പൊ ക്ലോസ്ഡ് ആണ്. ഈജിപ്തിനല്ല ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഫൈനൽ മൊമെന്റ് ആയിട്ട് ഈജിപ്ത് പറയുകയാണ് ഹമാസിനോട്, നിങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല, ആയുധം വെച്ച് കീഴടങ്ങാന്നാണ് പറയുന്നത്. പക്ഷെ ഹമാസ് ഇത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഹമാസ് പറയുന്നത് ഈജിപ്തിന്റെ പ്രപ്പോസൽ എടുത്ത് ഞങ്ങൾ ചവിറ്റുകൊട്ടയിൽ ഇടുകയാണെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഈജിപ്തിന് ഇതേപോലത്തെ നോസ് കട്ട് ഈ ഇടപെട്ട കാലങ്ങളിലൊന്നും എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഡിസ്കഷന് പോലും തയ്യാറാവാതെ ഹമാസ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈജിപ്തിന്റെ അടുത്ത്, നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടണ്ട. അതായത് ഹമാസ് അങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഈജിപ്തും ഹമാസും തമ്മിൽ നടക്കുന്ന ആ ഒരു കോൺവെർസേഷൻ. ഇത് വളരെ ഹീറ്റഡ് അപ്പ് കോൺവെർസേഷൻ ആണ്. വരും ദിവസങ്ങളിൽ ഇത് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം ഇസ്രായേലിന്റെ പ്രഷർ കൊണ്ട് ഗാസ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം വളരെ ഗുരുതരമാണ്, വളരെ സീരിയസ് ആണ്. കാരണം ലോകരാജ്യങ്ങളോ അറബ് രാഷ്ട്രങ്ങളോ ആരും തന്നെ 1-2 പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിനപ്പുറം ഒരു രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻസും ഗാസയിൽ നടപ്പിലാക്കാൻ പറ്റുന്നില്ല. കാരണം ആ രീതിയിൽ ഗാസ ചുരുങ്ങി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ആ ജനങ്ങളെങ്കിലും അവിടെ ജീവിച്ചോട്ടെ, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി അവിടെ നിന്ന് പുറത്തു പോകൂ, എന്നാലെങ്കിലും ഇസ്രായേലിന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരുങ്ങും. നിങ്ങൾ ഈ ബന്ദികളെ വിട്ടിട്ട് ഈ ആയുധം വെച്ച് കീഴടങ്ങി പുറത്തു വരൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഹമാസ് അതിനെ സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ക്രൂഷ്യൽ വിഷയം. ഇപ്പോഴത്തെ ചർച്ചകളിൽ എക്സ് മൊസാദ് മെമ്പർ ആയിട്ടുള്ള 3 പ്രതിനിധികളെ ഇസ്രായേൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെല്ലാം തന്നെ പാരാട്രൂപ്പ് മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. IDF-ൽ ഇവരെല്ലാം റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ്. ഇവരെയാണ് ഇപ്പം ഇസ്രായേൽ തെരഞ്ഞെടുത്ത് സെലക്റ്റീവ് ആയിട്ട് 3 ആൾക്കാരെ മൊസാദിന്റെ ടീമിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെയാണ് ഇപ്പൊ ഈ ഒരു നെഗോസിയേഷനിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ട്രംപ് അടുത്തൊരു ആഹ്വാനം കൂടെ നടത്തിയിട്ടുണ്ട് ഇറാന്റെ അടുത്ത്. അതായത് ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കണം, അല്ലാതെ ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ വയ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു സൂചനയാണ്. ഇതൊക്കെ ഹൈ പ്രഷർ പോളിസിയുടെ കീഴിൽ വരുന്നതാണ്. പക്ഷേ ഇറാൻ ഞങ്ങൾക്ക് ഹൈ പ്രഷർ പറ്റില്ല എന്നാണ് പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് നാളത്തെ പത്രം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിലുപരിയായിട്ട് അമേരിക്കയുടെ എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് എന്നാണ് പുള്ളിയുടെ പേര്. ഈ ക്രിസ് റൈറ്റിനെ സൗദിക്കും UAE-ക്കും അയച്ചിരിക്കുകയാണ്. പുള്ളി ഇന്നലെ മൊത്തം അവിടെ 2 രാജ്യങ്ങൾ തമ്മിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു എനർജി സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ വെപ്പണെ കുറിച്ച് കൂടുതൽ സംസാരമുണ്ടായി അവിടെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പല മാധ്യമങ്ങളിലും സൗദിക്ക് ന്യൂക്ലിയർ വെപ്പൺ കിട്ടും എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് അതുകൊണ്ടല്ല, ഇത് ഇറാനിന് ബദലായിട്ട് ഒരു പ്രഷർ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സൗദിക്ക് ഈ ഒരു ടൈമിൽ വിസിറ്റ് നടത്തുന്നതാണ് അമേരിക്ക. ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ച് സൗദിക്ക് ന്യൂക്ലിയർ വെപ്പൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ലൈം ലൈറ്റിൽ കൊണ്ടുവരേണ്ടത് ഇപ്പൊ അമേരിക്കയുടെ ആവശ്യമാണ്. ഇറാനെ ഒരു സൈഡിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. സൗദിയെ വേണമെങ്കിൽ ന്യൂക്ലിയർ പവർ ആക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നാണ് അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് ഇറാന് കൊടുക്കുന്നത്. ഈ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ നല്ല രീതിയിലുള്ള കളികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ നടക്കുന്ന പല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ഗെയിംസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. IDF ഇന്ന് ജനീൻ ഹോസ്പിറ്റൽ, വെസ്റ്റ് ബാങ്കിൽ ജനീൻ ഹോസ്പിറ്റൽ അനധികൃതമായിട്ട് കടന്നു കയറി
ആക്രമണം നടത്തി എന്നാണ് വാർത്തകൾ പൊതുവെ വെളിയിൽ വരുന്നത്. പക്ഷെ അവിടെ അനധികൃതമായിട്ട് കടന്നു കയറാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റീസൺ വലിയതായിട്ട് എംബസൈസ് ചെയ്ത് പുറത്ത് വിട്ടിട്ടില്ല. അപ്പൊ ആ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ IDFന്റെ ട്രൂപ്പിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഒരു യങ് പാലസ്തീനിയൻ യുവാവ് പകർത്തുകയും അത് പകർത്തിയിട്ട് ഈ ഒരു ജനീൻ ഹോസ്പിറ്റലിനകത്ത് ഓടിക്കേറി ഒളിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്, എന്ത് കാരണം കൊണ്ടാണ് IDF ഉദ്യോഗസ്ഥരുടെ ഫോട്ടോ വീഡിയോ ഒക്കെ യുവാവ് എടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു ധാരണയുമില്ല എന്നുള്ളതാണ്. അതായത് അങ്ങനെ എടുക്കാൻ പാടില്ല. കാരണം ഓൾറെഡി തന്നെ പല രാജ്യങ്ങളിലും ഈ ടാർഗറ്റഡ് ആയിട്ട് ഈ ഒരു IDF ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ പല വിഷയങ്ങളും സംഭവിച്ചതിന്റെ പേരിൽ ഇപ്പം IDF ഉദ്യോഗസ്ഥരുടെ ഫീൽഡിലുള്ള ആൾക്കാരുടെ ഇമേജ് ക്ലിയർ ഫേസോട് കൂടി ഇസ്രായേൽ പുറത്ത് പബ്ലിഷ് ചെയ്യാറില്ല. അതൊരു ബ്ലർ ആക്കിയിട്ടാണ് അവർ പബ്ലിഷ് ചെയ്യല്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു യുവാവ് വന്നിട്ട് ഈ IDF ഉദ്യോഗസ്ഥരുടെ വീഡിയോ പകർത്തിയത് അത് വലിയൊരു വിഷയമായിട്ട് തന്നെയാണ് ഇസ്രായേൽ കൺസിഡർ ചെയ്തത്. ആ സ്പോട്ടിൽ തന്നെ ജനീൻ ഹോസ്പിറ്റലിൽ കയറി ഈ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ ജനീൻ ഹോസ്പിറ്റലിൽ ആരെയും വെടിവെച്ച് കൊന്നിട്ടൊന്നുമില്ല. വീഡിയോ പകർത്തിയ യുവാവിനെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ, ഇതാണ് ഇതിലുള്ളതിൽ ഏറ്റവും ഹൈലൈറ്റ്. യൂറോപ്യൻ യൂണിയന്റെ മിഡിൽ ഈസ്റ്റ് കമ്മീഷണർ പുള്ളിക്കാരി മുഹമ്മദ് അബ്ബാസിന്റെ വസതിയിൽ റമല്ലയിലെത്തി ആ ഒരു മീറ്റിംഗിൽ ആ ഒരു കൂടിക്കാഴ്ചയിൽ $1.8 മില്യൺ വരുന്ന 3 വർഷം കൊണ്ട് യൂറോപ്യൻ യൂണിയൻ പാലസ്തീൻ അതോറിറ്റിക്ക് കൊടുത്ത് സഹായിക്കും എന്നുള്ള വാഗ്ദാനമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഉക്രൈനിന് പല തവണയായിട്ട് നിങ്ങൾ വാഗ്ദാനം കൊടുത്ത പൈസ തന്നെ കൊടുക്കാൻ കഴിയാണ്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് സീസ് ചെയ്ത് വെച്ചിരുന്ന ഫണ്ടാണ് ഇപ്പൊ എടുത്തു കൊടുക്കാനൊക്കെ തീരുമാനിച്ചിരുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന വിഷയം തന്നെ ഡീൽ ചെയ്യാൻ പറ്റാത്ത ഈ ഒരു യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണ് പാലസ്തീനിയൻ അതോറിറ്റിക്ക് $1.8 ബില്യൺ കൊടുത്ത് സഹായിക്കാൻ പോകുന്നത്? ഇതും വളരെ കൃത്യമായ ടാക്ടിക്സോട് കൂടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വരുന്ന 3 വർഷം കൊണ്ട്, അതായത് ഇന്നോ നാളെയോ അല്ലാതെ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗാസയ്ക്കോ നിലവിൽ സഹായം വേണ്ട ആൾക്കാർക്കോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആണ്. 3 വർഷം കൊണ്ട്. അതാണ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് പറയുന്ന പൈസ പോലും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ 3 വർഷം എന്ന് പറയുന്നത്, അതായത് ഒരു ക്രെഡിറ്റ് കിട്ടണം. യൂറോപ്യൻ യൂണിയൻ ആ $1.8 ബില്യൺ ഓഫർ ചെയ്തിരിക്കുന്നു പാലസ്തീനിയൻ അതോറിറ്റിക്ക്. ആ ഒരു ടാഗ് ലൈൻ വരണം. ആ വാർത്ത വന്നല്ലോ, അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ ഇത് ഗ്ലോബൽ മീഡിയ ഓൾറെഡി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് യൂറോപ്യൻ യൂണിയന് വേണ്ട വിഷയം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് സമഗ്രമായിട്ടുള്ള കുറച്ച് മിഡിൽ ഈസ്റ്റ് അതേപോലെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കുറെ അപ്ഡേറ്റ്സുകൾ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.